ഇന്ത്യയെ വലിയ സുഹൃത്ത് രാഷ്ട്രമെന്ന് വിശേഷിപ്പിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ വക ഇന്ത്യക്കുള്ള സമ്മാനം ഇന്നു മുതൽ പ്രാബല്യത്തിലായിരിക്കുകയാണ്. മരുന്നും ഫോണും ഒഴികെ മറ്റെല്ലാത്തിനും തീരുവ കൂട്ടി. തീരുവ വർധനവ് നിലവിൽ വരുന്നതിന് മുന്നോടിയായി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലായി പലതവണ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചുവെങ്കിലും മോദി ഫോൺ എടുക്കാനോ സംസാരിക്കാനോ കൂട്ടാക്കിയിട്ടില്ല എന്നാണ് അറിയുന്നത്. പലപ്പോഴായി 4 തവണയെങ്കിലും ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ചുവെങ്കിലും അദ്ദേഹം കോളുകളെല്ലാം നിരസിച്ചുവെന്ന് ഒരു അന്തർദേശീയ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിൽ മോദിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ US വൃത്തങ്ങളോ പ്രതികരിച്ചിട്ടില്ല. അതായത് ഫോൺ കോളുകൾ ചെയ്തുവെന്നോ നിരസിച്ചുവെന്നോ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇരു രാജ്യങ്ങളും. ഇറക്കുമതി തീരുവ 50% വർദ്ധിപ്പിച്ചതോടെ ഇന്ത്യ US വ്യാപാര ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയിരുന്നു. ഇതിനിടയിൽ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ട്രംപ് മോദിയെ വിളിച്ചത് എന്നാണ് സൂചന. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഫോണിലൂടെ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ രീതിയല്ല എന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നതാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ അധിക തീരുവ അടിച്ചേൽപ്പിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി വഴങ്ങിക്കാം എന്നാണ് US കരുതിയിരുന്നത്. എന്നാൽ ഒരു സമ്മർദ്ദത്തിനും ഇന്ത്യ വഴങ്ങില്ല എന്ന് വേണം ഫോൺ കോൾ നിരസിച്ചതിനെ അനുമാനിക്കാൻ. ചൈനയുമായും US ബന്ധം ഒരുപോലെ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യം ഇന്ത്യയാണ് എന്നും മോദി തന്റെ അടുത്ത സുഹൃത്താണ് എന്നും ട്രംപ് ആവർത്തിച്ച് പറയുന്നതിനിടയിലാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച് ഇരുട്ടടി നൽകിയത്. അതും മറ്റു രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയതിനേക്കാൾ കൂടിയ നിരക്കിലാണ് തീരുവ ഏർപ്പെടുത്തിയിരുന്നത്. അധിക തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിലാകുകയും ചെയ്തു. 25% ഇറക്കുമതി തീരുവയ്ക്ക് പുറമെ റഷ്യൻ എണ്ണ ഇറക്കുമതിക്കുള്ള പിഴയായി അടിച്ചേൽപ്പിച്ച 25% ചേർത്ത് മൊത്തം 50% തീരുവയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. ഇന്നു മുതൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് 50% തീരുവ ബാധകമാക്കി തുടങ്ങിയത്. നിലവിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ സെപ്റ്റംബർ 16-നകം US എത്തിയില്ല എങ്കിൽ സെപ്റ്റംബർ 17 മുതൽ അവയ്ക്കും 50% തീരുവ ബാധകമായിരിക്കുമെന്ന് ഇന്നലെ ട്രംപ് ഭരണകൂടം പുറത്തിറക്കിയ വിജ്ഞാപനത്തിലുണ്ട്. അതായത് ചെറിയ ഒരു ഷോക്കൊന്നുമല്ല ട്രംപ് എന്ന മോദിയുടെ മൈ ഫ്രണ്ട് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത് എന്ന് സാരം. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി വ്യാപാരത്തെ തന്നെ തീരുവ വർധനവ് സാരമായി പിടിച്ചു കുലുക്കിയേക്കുമെന്ന് ആശങ്കയുണ്ട്. ഇന്ത്യയുടെ കയറ്റുമതി വിപണിയുടെ 20% വരെ US വിപണിയാണ്. ഇന്ത്യയിൽ നിന്ന് US-ലെത്തുന്ന 66% ഉൽപ്പന്നങ്ങളെയും 50% തീരുവ പ്രഹരം ബാധിക്കുമെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് അഥവാ GTRI പുറത്തിറക്കിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതായത് മൊത്തം കയറ്റുമതി വ്യാപാരത്തിൽ $60.2 കോടി മതിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർധനവ് ബാധകമാണ്. ഇനി ഏതെല്ലാം മേഖലയിൽ തീരുവ വർധനവ് ബാധകമാകുമെന്ന് പരിശോധിക്കാം. ടെക്സ്റ്റൈൽസ്, പാദരക്ഷകൾ, ചെമ്മീനടക്കമുള്ള സമുദ്രോൽപ്പന്നങ്ങൾ, ജമാൻ ജ്വല്ലറി, ഓർഗാനിക് കെമിക്കലുകൾ, സ്റ്റീൽ, അലുമിനിയം, ചെമ്പ്, വ്യാവസായിക ആവശ്യത്തിനുള്ള മെഷീനറികൾ, ഫർണിച്ചറുകൾ, വാഹന പാർട്സുകൾ എന്നിവയ്ക്ക് തീരുവ വർധനവ് തിരിച്ചടിയാകും. ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ, സ്മാർട്ട് ഫോണുകൾ, മറ്റ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് തൽക്കാലം തീരുവ ഭാരമില്ല എന്നത് ആശ്വാസമാണ്. പ്രഖ്യാപിച്ചത് 50% വർധനമാണെങ്കിലും ഫലത്തിൽ വർധനവിന്റെ കണക്ക് അതിലും കൂടും. നിലവിലെ വാണിജ്യ താൽപര്യ കരാർ പ്രകാരം നോക്കിയാൽ വസ്ത്രങ്ങൾ, ഓർഗാനിക് കെമിക്കൽ, കാർപ്പറ്റ്, ഡയമണ്ട്, സ്വർണം, ഫർണിച്ചർ തുടങ്ങിയവയ്ക്ക് പ്രത്യേക തീരുവ വർധനയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ തീരുവ 50%-ന് മുകളിലായിരിക്കും. ഉദാഹരണത്തിന് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് തന്നെ 59% തീരുവ വർധനയുണ്ടാകും. മറ്റു വസ്ത്രങ്ങൾക്ക് 13% വരെ കൂടും. മറ്റുള്ളവയ്ക്ക് 2.1% മുതൽ 4% വരെ വർധനവ് വരും. ഇത്രയും വലിയ തീരുവ വർധനവ് ഇന്ത്യയുടെ GDP-യെ ഏതു തരത്തിൽ ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ GDP-യുടെ 60%-വും ആഭ്യന്തര ഉപഭോക്തൃ വിപണിയാണെന്നിരിക്കെ കയറ്റുമതി മേഖലയിലെ തിരിച്ചടി GDP-യെ ബാധിക്കാൻ സാധ്യത കുറവാണ്. കണക്ക് നോക്കിയാൽ 1% വരെ കുറവ് മാത്രമേ GDP വളർച്ചയിൽ പ്രതിഫലിക്കുകയുള്ളൂ. അമേരിക്കയുടെ തീരുവ ഭീഷണി ഉണ്ടാക്കുന്ന ആഘാതം മറികടക്കാൻ കേന്ദ്രം ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ആഭ്യന്തര ഉപഭോഗം കൂട്ടിയും കയറ്റുമതി വിപണി വൈവിധ്യവൽക്കരിച്ചും തീരുവ വർധനവിനെ നേരിടാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. GST സ്ലാബിൽ പരിഷ്കരണം നടത്തിയത് ഇതിന്റെ ഭാഗമാണ്. ഒപ്പം കയറ്റുമതി മേഖലയ്ക്കായി ഉത്തേജക പാക്കേജ്, പ്രതിസന്ധി ഏറ്റവും അധികം നേരിടുന്ന മേഖലകളെ തെരഞ്ഞെടുത്ത് സഹായ പാക്കേജ് നൽകൽ, റിസർവ് ബാങ്കിന്റെ പലിശ നിരക്ക് കുറയ്ക്കൽ, മറ്റ് സാമ്പത്തിക പരിഷ്കാര നടപടികൾ എന്നിവ പ്രഖ്യാപിക്കാനും ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ തീരുവഭൂതത്തിന്റെ പിടിയിൽ നിന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്താനാണ് ശ്രമം. US വിപണിയിൽ മറ്റു രാഷ്ട്രങ്ങൾക്കുള്ള ആശ്രയം മുതലെടുത്ത് അവയെ വരുതിയിലാക്കാനാണ് ട്രംപിന്റെ ശ്രമം.
റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതിന് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് തീരുവ കൂട്ടിയത്. എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരും എന്ന നിലപാട് നിലനിർത്തിക്കൊണ്ടുതന്നെ US അഗ്രി ബിസിനസിന് ഇന്ത്യ വിപണി തുറന്നുകൊടുക്കാതെ മോദി ട്രംപിന്റെ സമ്മർദ്ദത്തെ ചെറുക്കുകയാണ്. പക്ഷേ പ്രതിവർഷം ശരാശരി $85 ബില്യൺ വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കയുടെ വിപണിക്ക് പകരം ഇന്ത്യക്ക് മറ്റു വിപണി കണ്ടെത്തുന്നത് ദുഷ്കരമാണ്. 8% US ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇറക്കുമതി വിഹിതം. സമുദ്രോൽപ്പന്ന മേഖലയ്ക്കും ട്രംപിന്റെ തീരുവ വർധനവ് തിരിച്ചടിയാകും. ബദൽ വിപണികൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്കും തിരിച്ചടിയുണ്ടായി. അതേസമയം റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് 50% തീരുവ ചുമത്തിയ അമേരിക്ക അതേ റഷ്യയുമായി വമ്പൻ വ്യാപാര ഡീലിന് ഒരുങ്ങുന്നത് ട്രംപിന്റെ ഇരട്ടത്താപ്പ് വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട്. ഉക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനോട് അനുബന്ധിച്ചാണ് US റഷ്യ അധികൃതർ തമ്മിൽ വ്യാപാര ചർച്ചകളിലേക്കും കടന്നത്. റഷ്യയെ വെടിനിർത്തൽ ഉടമ്പടിക്ക് പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് ഇതിലൂടെ ട്രംപ് ഭരണകൂടം ഉന്നം വെക്കുന്നത് എന്ന് കരുതണം. ഒപ്പം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയ്ക്കെതിരെ അമേരിക്ക ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നത് ഇന്ത്യയോടുള്ള പ്രത്യേക വൈരാഗ്യമാണോ എന്നും കരുതേണ്ടതുണ്ട്. അതേസമയം അമേരിക്കയുടെ തീരുവ ഭീഷണിക്കെതിരെ ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്ന് പുതിയൊരു ശാക്തിക ചേരിക്ക് രൂപം കൊടുക്കുമോ എന്ന രീതിയിലുള്ള ചർച്ചകളും അന്തർദേശീയ തലത്തിൽ നടക്കുകയാണ്.